അപ്പോൾ ആരാണ് നിങ്ങളെ ദ്രോഹിക്കുന്നത്, എന്തുകൊണ്ട്? ഇതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ അതിനു മുമ്പ് ഷൈനികൃഷ് ടാരറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ അതിനായിട്ട് ഞാൻ 3 കാർഡ് എടുക്കുന്നുണ്ട്. ഫസ്റ്റ് പേജ് ഓഫ് കപ്സ്, സെക്കൻഡ് 8 ഓഫ് വാണ്ട്സ്, ദെൻ 8 ഓഫ് സോർഡ്സ്. അപ്പോൾ നിങ്ങൾ അത്രയും സ്നേഹിച്ച ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളെ ദ്രോഹിക്കുന്നത് എന്നാണ് കാണുന്നത്. കാരണം നിങ്ങൾ അത്രയും അവരെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവർ എന്ത് പറഞ്ഞാലും എന്ത് പ്രവർത്തിച്ചാലും വീണ്ടും വീണ്ടും അവരുടെ അടുത്ത് പോകണം, അവരോടൊപ്പം ജീവിക്കണമെന്ന് എപ്പോഴും നിങ്ങൾ അവരിൽ നിന്ന് ഒരു ന്യൂ സ്റ്റാർട്ട് ആഗ്രഹിച്ചിരുന്നു. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും വീണ്ടും വീണ്ടും അവരോടൊപ്പം തന്നെ നല്ലൊരു ജീവിതം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങൾ കാത്തിരുന്നത് പിന്നെ പിന്നെ അതൊരു അഡിക്ഷനായിട്ട് മാറി. നിങ്ങൾക്ക് അവരെ വിട്ട് മാറാൻ കഴിയുന്നില്ല. എത്രയൊക്കെ പ്രശ്നവും സങ്കടവും തന്നാലും നിങ്ങൾക്ക് അവരൊരു അഡിക്ഷനായിട്ട് മാറി. നിങ്ങൾക്ക് തന്നെ അറിയാം ഇത് അത്രയും ദുഃഖവും വേദനയും, ഇത് നല്ല രീതിയിൽ മുൻപോട്ട് പോകില്ല, ഇതിൽ നിന്ന് എനിക്ക് അത്രയും സങ്കടവും വേദനയാണ് കിട്ടുന്നതെന്ന് അറിഞ്ഞിട്ട് പോലും നിങ്ങൾക്ക് അതിൽ നിന്ന് മാറാൻ കഴിയുന്നില്ല. മുമ്പിൽ പല കാര്യങ്ങളും, നിങ്ങളുടെ പ്രൊഫഷൻ ആയിരിക്കാം, നിങ്ങളുടെ ജോലി, മറ്റുള്ള കാര്യങ്ങൾ പലതും ഉണ്ടായിട്ടും നിങ്ങൾ അതൊന്നും കാണാനോ അതിൽ ഫോക്കസ് ചെയ്യാനോ ശ്രമിക്കാതെ അവരുടെ ആ സ്നേഹത്തിൽ കണ്ണുകെട്ടിയ അവസ്ഥയിൽ നിങ്ങൾ നിന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് അവരെ വിട്ട് മാറിപ്പോകാനും കഴിയുന്നില്ല, അവരോടൊപ്പം നല്ല രീതിയിൽ ജീവിക്കാനും കഴിയുന്നില്ല എന്നുള്ളതാണ്. അതിൽ നിന്നെല്ലാം നിങ്ങൾക്കൊരു മാറ്റം വരുമെന്നാണ് കാണുന്നത്. ആ വ്യക്തിയിൽ നിന്ന് ഒരു ഓഫറോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് അല്ലെങ്കിൽ അവരോടൊപ്പം ഒരു യാത്രയൊക്കെ നിങ്ങൾക്ക് വരുമെന്നാണ് കാണുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ക്ലെയിം ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.